നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പെൻഷൻ മെമ്പറും ദീർഘകാലം ആൽഫ ഹോസ്പീസിലും മതിലകം ലിങ്ക് സെന്ററിലും ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ സേവനത്തിലിരിക്കുകയും ആൽഫ തറവാട്ടിലെ പരിപാടികളിൽ സ്ഥിരമായി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യാറുള്ള കയ്പമംഗലം പുതിയടത്ത് തങ്കമണി നിര്യാതയായി. വാതസംബന്ധമായ അസുഖങ്ങളാൽ ചലനശേഷി പരിമിതപ്പെട്ട തങ്കമണി ആൽഫ പ്രവർത്തനം തുടങ്ങിയ നാളുകളിൽ തന്നെ പരിചരണം നേടിയിരുന്നു. വിദ്യാലയങ്ങളിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് പരിപാടികൾ അവതരിപ്പിക്കാനായി ഉണ്ടാക്കിയ ഗ്രൂപ്പുകളിൽ അംഗമാവുകയും വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ചലനശേഷി പരിമിതപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് തങ്കമണി. ആൽഫ കലാവേദി അംഗമായിരുന്ന തങ്കമണിയുടെ വേർപാടിൽ ആൽഫ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. വേൾഡ് പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ആൽഫ നടത്തിയ കമ്പാഷനേറ്റ് യൂത്ത് വാക്കത്തോണിന്റെ സർട്ടിഫിക്കറ്റുകൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കൈമാറി. പ്രിൻസിപ്പൽ ഇൻചാർജും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ AN മനോഹരൻ, നാഷണൽ സർവീസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആഷിഖ് എന്നിവർ ചേർന്ന് ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരനിൽ നിന്ന് മെമന്റോയും സർട്ടിഫിക്കറ്റുകളും ഏറ്റുവാങ്ങി. SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, അസിസ്റ്റന്റ് PRO റാഫി പോൾ, അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ കാസർഗോഡ് സെന്റർ സെക്രട്ടറിയായിരിക്കെ ഈയിടെ നിര്യാതനായ പ്രൊഫസർ ഗോപിനാഥന്റെ അനുസ്മരണം നാളെ കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ, കാസർഗോട്ടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.